ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കെട്ടിയവനക്ക് വേണ്ടിയിട്ട് ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് റെഡിയാക്കണത്. അപ്പോൾ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കേടുകൂടാതിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു 400 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഇല്ല, 400 അത് നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇത്രത്തോളം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോനും കൂടുതൽ ഉള്ളിയുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം മുളകാണ് എടുത്തിട്ടുള്ളത്. ഈ മുളക് നല്ല എരിവുണ്ടായിരുന്നേ, അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ കഴിക്കുക, അപ്പോൾ എരിവ് ബാലൻസ് ആയിക്കോളും. ഉണക്കച്ചെമ്മീൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മുളക് ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുകയും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടേ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ച് കോരിയെടുക്കണത്. അത് ചിലപ്പോൾ കൊടുത്തയക്കുമ്പോൾ ഇനിയിപ്പോൾ അവർ കുറച്ച് കാലമൊക്കെ വെക്കണതല്ലേ, അപ്പോൾ കറച്ചൂര് വരണ്ട വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയിലൊന്നും ആക്കിയിട്ടില്ല, വെറുതെ ഇട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടെ തേങ്ങ ചേർക്കാറില്ല. ചിലർ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കാറുണ്ട്. ഞാൻ അവിടെ തേങ്ങ ചേർത്തിട്ടില്ല, ഉള്ളിയും വേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്ലുപ്പും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട്. വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അങ്ങനെ ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് ഉള്ളിയാണ്. ഉള്ളി നല്ല പോലെ ഗോൾഡൻ കളർ ആവണ വരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് തന്നെ നേരം വേണ്ടി വരും, കാരണം എണ്ണ ഒന്നും ചേർക്കാണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ വേപ്പിലയിലത്തെ ആ ഒരു വെള്ളം എല്ലാം വറ്റി നല്ല പോലെ ഡ്രൈ ആയി കിട്ടണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കേടാവും കേട്ടോ. പിന്നെ കുറച്ചൊക്കെയാണ് നമുക്ക് കുറച്ച് ഒക്കെ ഉണ്ടാക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. കുറച്ച് കാലം കൂടുതൽ ഇരിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതിന് ഈ ഒരു ഉള്ളി ചൂടായി വരാൻ കുറച്ച് നേരം എടുക്കും. നല്ലപോലെ തീ കൂട്ടിയിട്ടാലും പണിയാണ് കേട്ടോ. ഓരോന്നിങ്ങനെ ചൂടാക്കി എടുക്കണതിനനുസരിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സി നല്ലപോലെ വെള്ളമൊക്കെ വാർത്തി ഉണക്കിയെടുത്തതാണ് കേട്ടോ. അത് അങ്ങനെ ഓരോ തവണ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒന്നും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സി വെച്ചിട്ട് തന്നെ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. നമ്മളങ്ങനെ വെള്ളമോ കാര്യങ്ങളോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറേ കാലം കേടുകൂടാണ്ട് ഇരുന്നോളേ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.